ഒന്നുകൂടി എല്ലാവർക്കും ഉറക്ക പേര് പറഞ്ഞേ. ആ ഉറക്ക പേര് നോക്ക്. കൃഷങ്ക്. കൃഷങ്ക്. ഈ കൃഷ്ണയുടെ കൃ. ആ അതിങ്ങനെയല്ലേ? ഈ കൃ അല്ലേ? അതോ ഇങ്ങനെയാണോ? ഇംഗ്ലീഷിൽ എഴുതാൻ അറിയുള്ളൂ. ഓക്കെ. അല്ല ഞാൻ ഈ കൃഷ്ണയുടെ കൃ ആണോ എനിക്ക് അറിയില്ലല്ലോ. കൃഷങ്ക്. ഓക്കെ കൃഷങ്ക്. ഓക്കെ. കൃഷങ്ക് പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഓ പാലക്കാടാണല്ലേ. ഓ ഓക്കെ. കൃഷങ്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം. എൻ്റെ കയ്യിലേ കുറേ ആൾക്കാരുടെ പേരെഴുതിയ ഒരു ലിസ്റ്റ് ഉണ്ട്. ഞാൻ കൃഷങ്കൻ എന്ത് ചെയ്യാം, ഞാൻ അത് കാണിച്ചു. ഒന്നും കൂടി പിന്നിക്കുന്നു, ഒരെണ്ണക്കം കൂടി പിന്നിക്കും. ഓക്കെ. എൻ്റെ എന്താ വെച്ചാൽ കുറേ ആൾക്കാരുടെ പേരുകൾ എഴുതിയ സിനിമാ നടന്മാരുടെയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് എഴുതിയ ബുക്കാണ്. ആരും മിണ്ടരുതിട്ടാ. ഇത് കണ്ടോ, ഷാരൂഖ് ഖാൻ ഉണ്ട്, സൽമാൻ ഖാൻ ഉണ്ട്, ഹൃത്തിക് റോഷൻ ഉണ്ട്, കുറെ മോഹൻലാൽ ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്, ടൊവിനോ ഉണ്ട്, എല്ലാം കുറെ ആൾക്കാരില്ലേ. അറൗണ്ട് ഒരു 50-60 ആൾക്കാരുണ്ടാവും അല്ലേ മോസ്റ്റ്ലി. കൃഷ്ണൻ ലെഫ്റ്റ് ഹാൻഡ് എന്ന് കാണിച്ചാൽ ലെഫ്റ്റ് ഞാൻ ഇതിലൂടെ വെക്കാം. കൃഷ്ണൻ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പേജിലേക്ക് ഓപ്പൺ ചെയ്യണം. ഒരൊറ്റ വട്ടം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഒരൊറ്റ വട്ടം ഓപ്പൺ ചെയ്തിട്ട് എന്ത് വേണം, ആദ്യത്തെ പേര് മനസ്സിൽ വായിക്കണം. ഉറക്കെ വായിക്കാൻ ലിപ്സ് ആക്കിയിട്ട് വായിക്കാൻ പാടില്ല. മനസ്സിൽ വായിക്കുക, എന്നിട്ട് അതേപോലെ ക്ലോസ് ചെയ്യുക. ഓക്കെ. ഞാൻ 2 സെക്കൻഡ് സമയം തരുള്ളൂ. ഒരൊറ്റ വട്ടം ഓപ്പൺ ചെയ്യുക, വായിക്കുക ചെയ്യുക. ഓക്കെ. ഞാൻ 1, 2, 3 എന്ന് പറയാം. ഓക്കെ. 1, 2, 3 ജസ്റ്റ് ഓപ്പൺ. മനസ്സിലെ പേര് വായിച്ചോ. 1, 2 ക്ലോസ് ചെയ്തോ. പേര് മിണ്ടരുതിട്ടാ. അറിയുന്ന പേരാണോ? ആ മിണ്ടരുതിട്ടാ. മിണ്ടരുതേ. യു ഹാവ് എ നെയിം അല്ലേ? മനസ്സിലായുള്ള പേരില്ലേ? അത്രയും ആൾക്കാരുടെ പേര് ഒരു ലിസ്റ്റ് നിന്ന് കൃഷ്ണന്റെ മനസ്സിലൊരു പേര് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. പക്ഷെ എന്ത് വേണം, നന്നായിട്ട് ഇമാജിൻ ചെയ്യണം. ഓക്കെ. നന്നായിട്ട് ഇമാജിൻ ചെയ്യണം. ഒരു സെക്കൻഡ് കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. സോ ഫോർ എക്സാമ്പിൾ ചെയ്യേണ്ട എന്താ അറിയോ, കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കും. ഓക്കെ. നമ്മുടെ ഈ സ്ഥലത്ത് ഇപ്പൊ യങ് ഇന്ത്യ അക്കാഡമിക്ക് ആളുടെ ഇമേജ് ഒക്കെ അറിയാതെ മനസ്സിൽ പേര് മുഖമൊക്കെ ഇല്ലേ? ആളുടെ ഫാനാണോ? യെസ് ഓർ നോ? യെസ്. ആ നമ്മൾ യങ് ഇന്ത്യ അക്കാഡമിയിലേക്ക് ആ ആള് വരികയാണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കണം. ഓക്കെ. യു ആർ ഹാപ്പി അല്ലേ? ആൾ വരുമ്പോൾ ഹാപ്പിയാണ്. ഓക്കെ. ജസ്റ്റ് ഇമാജിൻ. ഞാൻ ഈ കസാരം നിൽക്കണ്ടേ, തിരിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഇമാജിൻ നമ്മൾ യങ് ഇന്ത്യ അക്കാഡമിക്ക് പുള്ളി വരികയാണ്, ആ ആൾ വരികയാണ്. ദേ ആ വഴിയിൽ നിന്ന് ആൾ ഇങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ കാണാനുണ്ട്. ജസ്റ്റ് ഇമാജിൻ ഇങ്ങനെ നടന്ന ആൾ ദേ വാതിലിൽ ഇവിടെ എത്തി. എന്നിട്ട് ദേ ഇവിടെ വന്നിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആള്. ജസ്റ്റ് ഇമാജിൻ. മനസ്സിലുണ്ടോ? ജസ്റ്റ് ഇമാജിൻ ആളുടെ പേരൊന്നും ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. ആളുടെ രൂപം ഇങ്ങനെ കാണുക, രൂപം ഇങ്ങനെ മനസ്സിൽ കാണുക. ആൾ വൈറ്റ് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? വൈറ്റ് പോലത്തെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. യെസ്. ഓക്കെ. തിങ്ക് ഓഫ് ദ നെയിം. ആളെങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച ആളുടെ ഒരു ഇമേജ് ഒക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചേ. ആളുടെ പേരൊന്നും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചേ. ആളുടെ പേര് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോ. മനസ്സിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നോ. റിപ്പീറ്റ്. ഓക്കെ. ഷാങ്ക് വിചാരിച്ച ആളെ സൂര്യല്ലേ? അല്ലേ? ആരെ വിചാരിച്ചു? പുറത്ത് പറഞ്ഞേ. ആരെ വായ വിളിച്ച്? ഭയങ്കരമായിട്ട് വായ വിളിച്ച ഒരാളുണ്ടായിരുന്നു. താങ്ക് യു.